നീ കഴിക്കാതെ കിടന്ന് കറങ്ങുവിടെ. ഇങ്ങോട്ട് വരാൻ കഴിക്കാൻ. ബെസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ? എന്തിനാണ് കിടന്ന് ബഹളം വെച്ച് എന്നോട് റെഡിയാവും പറഞ്ഞിട്ട്? ഇതെന്താ ക്ലീറ്റ് വെള്ളയൊക്കെ ഇട്ട് അങ്ങോട്ട് പോവാ? നിനക്കല്ലേ തുണി മണിയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. വാങ്ങണം. ഇനി ഇപ്പോഴേ റെഡി ആവണത്. ഞാൻ റെഡി ആയിട്ടില്ല. നീയല്ലേ പറഞ്ഞ റെഡിയാവും എന്നെ കൊണ്ടുവല്ല പണിയില്ലേ? അടുക്കളയിലെ പണി 24 മണിക്കൂറും അടുക്കള തന്നെ അല്ല. പിന്നെ മനുഷ്യനെ എന്തെങ്കിലും തിന്നണ്ടേ? അതെ, ഇതൊക്കെ നിനക്ക് മിനിഞ്ഞാന്ന് പോയപ്പോ മേടിച്ചാ പോരായിരുന്നോ? പൈസ ആര് തരും? നിങ്ങൾ തരുമോ? നിന്റെ മറ്റേ അത്തച്ചിട്ടി ഉണ്ടല്ലോ, അതെടുത്തൊന്ന് മറിച്ചൂടെ? മറിക്കും. തരുമല്ലോ ഞാൻ. തരും. നിങ്ങളല്ലേ, നിങ്ങൾ അവസാനം പറയുമ്പോ വരാനുള്ള പൈസ വന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല, അത് വർക്ക് ചെയ്യണില്ല, ഇത് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കും. അതെ, ഇത്ര നാൾ അങ്ങനെ ആയിരുന്നു. ഇത്ര നാൾ അങ്ങനെ തന്നെ. ഏതാണ്ട് എല്ലാ പ്രാവശ്യം അങ്ങനെ. എല്ലാ പ്രാവശ്യം അങ്ങനെ? അവസാനം അവനെ കൊണ്ട് ചെലവാക്കിക്കും. അമ്മാരത്തെ വർത്താനം പറയലേ? അങ്ങനെ തന്നെ പറയും. വർത്താനം പറയലേ? ഞാൻ ഈ പിച്ച കണക്കിന് എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടാ. പിന്നെ എന്നോട് പറയിപ്പിക്കും തരാനുള്ളതെല്ലാം പിച്ച പോടുന്നു. പിന്നെ നീ പറഞ്ഞ എല്ലാ ഓണത്തിനും അവനാണ് ചെലവാക്കണെന്ന്. ഞാൻ പിന്നെ ഒന്ന് കഴിഞ്ഞ ഓണത്തിന് അടപ്രഥമൻ, അട, പഴം, അതെല്ലാം ഞാനാ വാങ്ങിച്ചത്. അടയും പ്രഥമനും പഴവും മേടിച്ച എല്ലാം. പിന്നെ ക്രിസ്മസിന് ബീഫ്, ഇതൊക്കെ ഞാനല്ലേ വാങ്ങിച്ചത്. അല്ല, അതെ ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇങ്ങനെ. എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ വാക്കൊന്നും നിങ്ങൾ പാലിക്കാറില്ല. ഈ പ്രാവശ്യം എന്തായാലും പോയി പൈസ കിട്ടിയതാണ്. എല്ലാവർക്കും തുണി സാധനങ്ങൾ എടുക്കും. പൈസ ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് ആ ലില്ലിയം വിളിച്ചോണ്ട് പോയാ പോരെ? നിങ്ങളുടെ പെങ്ങൾ അങ്ങോട്ട് കൊണ്ടാകത്തില്ല. എന്റെ കെട്ടിയോ നിങ്ങളല്ലേ. എനിക്ക് എന്റെ ഇഷ്ടത്തിന് എടുക്കേണ്ടത്. അവിടെ ഇഷ്ടം പോലെ റിഡക്ഷൻ കിടക്കണമെന്ന് പറഞ്ഞു. ഇന്നങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി. ഇന്ന് തുണിക്കടയില് പെണ്ണുങ്ങളെ ചാകരയായിരിക്കും, അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. അത് കുഴപ്പമില്ല. എനിക്ക് വേണ്ട കഴിക്കാനേ. ഞാനിത് ആർക്ക് വേണ്ടിയാ ക്ലീറ്റ് ഉണ്ടാക്കുന്നത്? പിന്നെ എനിക്ക് രാവിലെ ഒന്നാമത് ഈ സാമ്പാർ ശരിയാവൂല. പൂവിളി പൂവിളി പൊന്നോണമായി. ഇത് നീ പഠിക്കേ. പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പാട്. നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. ഇത് എഴുതി തരാം മാമി. എന്നിട്ട് അത് കാണാൻ കുഞ്ഞ് കാണാൻ പഠിക്കാം. എന്തോ പോയിട്ട് വരട്ടേട്ടാ. ഇതെവിടെ പോണു? ഞങ്ങൾക്കൊന്ന് കടയിൽ പോണം. സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇനി എന്താ സാധനം വാങ്ങിക്കാനാ? എനിക്കറിയില്ല ചേച്ചി. അച്ചാറ് ഇഞ്ചിക്കറിയൊക്കെ ഇടണ്ടേ? അത് വന്നിട്ടിട്ടാ പോരെ? ഇനിയിപ്പോ പോയിട്ട് ചേച്ചി കടയിലൊക്കെ എന്തൊരു തിരക്കായിരിക്കും. ഞാൻ ഓടി വരും. പിന്നെ ചേച്ചിയോട് ചെല്ലുമ്പോ സാധനം എടുത്ത് വെച്ചേക്കോല്ലേ ആളുകൾ. നിനക്ക് അത് പോയി അരിഞ്ഞു വെക്കാൻ പാടില്ലേ? ചേച്ചിയോട് ഞാനൊന്നും ചെയ്യല. അങ്ങനെ ഒറ്റക്ക് ഞാനും ചെയ്യുന്നില്ല. ആ പരിപാടി ഞാൻ നിർത്തി. ഇച്ചിരി വെളുത്തുള്ളിയെങ്കിലും പൊളിച്ചു വെക്കില്ല. അമ്മയാണെ എന്തൊരു ധൃതിയാന്നറിയോ? അമ്മയ്ക്ക് എന്നാ ഉപ്പേരി ഉണ്ടാക്കിയില്ലെന്നും പറഞ്ഞ്. ഉപ്പേരി ഇതുവരെ ഒരു പണിയും തീർന്നിട്ടില്ല. പണി ഞങ്ങൾ ചെയ്തോളാം. അമ്മ ഈ കാലം വയ്യാതെ അമ്മ എന്തിനിങ്ങനെ നടക്കണം? അമ്മ എവിടെയെങ്കിലും പോയി ഇരുന്നേ. അമ്മേ, നീ എവിടെ പോണു? ഞാൻ നിനക്ക് കടയിലൊന്ന് പോണം. ഇതുവരെ വാങ്ങിച്ചില്ലേ? ഇനിയിപ്പോ പോണ്ട. നാളെ നേരം വിളിക്കുമ്പോൾ തിരുവോണമാണ്. നീ സാധനം വാങ്ങിക്കാൻ നടക്കുന്നത്. നാളെ അല്ലേ തിരുവോണം? ഇപ്പോഴല്ലോ. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് പോയി. എനിക്ക് അത്യാവശ്യം എന്നും ദാരിദ്ര്യം. അതൊരു വർത്താനം. ദാരിദ്ര്യമൊന്നുമല്ല. അമ്മയുടെ മോക്ക് എന്നെ വിശ്വാസമില്ല, അതാണ് കാര്യം. പിന്നല്ലാതെ വിശ്വാസം വരാൻ പാകത്തിനാണല്ലോ ജീവിതം എനിക്ക് തന്നേക്കണേ. നീ വലിയ സംസാരമൊന്നും വേണ്ട. നല്ലൊരു ദിവസമായിട്ട് ഇടി വെക്കല്ലേ. മേടിക്കണേ. ചക്രവണ്ടിയൊക്കെ അത് ഞാൻ ഏറ്റു. അവർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാലേ ഇറങ്ങത്തുള്ളൂ. കൊച്ചുങ്ങൾക്ക് വീട്ടിൽ നല്ലതുപോലെ ഉപ്പേരി വറുത്തു കൊടുക്കണം. അതാ വേണ്ടുന്നത്. അമ്മ, ഇത് നമ്മുടെ പാർട്ടിയുടെ കിറ്റ് വിതരണത്തിനോടനുബന്ധിച്ച് ചക്കര വരട്ടി ഞങ്ങൾ ഒരിടത്ത് വറുത്തതാണ്. അത് നമ്മൾ കൊണ്ടുവരും ഇവിടെ ആവശ്യത്തിലധികം. ഇനി അതെല്ലാം കൂടി ഇങ്ങോട്ട് ചുമന്നിട്ട് വാ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പിന്നെ നമ്മുടെ പാർട്ടിയുടെ ചക്കര വരട്ടി ഇവിടെ കൊണ്ടുവരണം. ആര് ചോദിക്കാൻ? അത് എന്റെ അടുത്ത് അങ്ങനെ അത് പള്ളി ചെയ്യുന്ന പറയാം. അതൊക്കെ ഞാൻ കൊണ്ടുവരും. പൂക്കളൊക്കെ അവിടെ പറമ്പിൽ നിന്ന് അങ്ങോട്ടൊക്കെ പറയും. ബോംബ് വാങ്ങിക്കാം, ബോംബ്. എടാ, പടക്കമൊക്കെ വിഷുവിനും ദീപാവലിക്കുമാണ്. പൂക്കടയിലൊക്കെ ചെന്നാ ഭയങ്കര വിലയാണ്. അമ്മ പോയിട്ട് വരട്ടെ കേട്ടാ. ഇവിടെ വഴക്കുണ്ടാക്കാതിരുന്നോണം. പെട്ടെന്ന് വരണേ. വേഗം പരിപാടി. പൂക്കൾ മേടിക്കണേ. എന്റെ പൊന്നു വെച്ചാ പൂക്കൾ ഞാൻ പറഞ്ഞത് നീ അവിടെ എവിടെയെങ്കിലും ആ തൊടിയെന്ന് അവിടെ നിന്ന് നോക്ക്. പിന്നെ അവിടെ പൂന്തോട്ടമല്ലേ കുറച്ച്. ഇടി കടയിലൊക്കെ പോയാൽ ചെറിയ പൈസ, പൂവിന് നല്ലൊരു പൈസ കൊടുക്കാതെ എന്തെങ്കിലും സാധനം കിട്ടുമോ? കയ്യിലുണ്ടല്ലോ. ഉള്ളതൊക്കെ ഇവിടെ ഒപ്പിക്കും. ഇനിയിപ്പോ ഒന്നും മേടിക്കാനില്ല നാളത്തേക്ക്. എനിക്കൊന്നും വാങ്ങിക്കാനില്ല ചേച്ചി. എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കും. നടക്കുവാണ്.
ദാ വരുന്നു. അമ്മയ്ക്ക് സമാധാനമായല്ല. ഉപ്പേരി വരക്ക ആള് ഉപ്പേരി അതിന്റെ സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓണം തലേന്നായിട്ടേ സ്റ്റാൻഡിൽ ഒരു ഒറ്റ ഓട്ടോറിക്ഷ നടക്കേണ്ടി വന്നു. ഇതന്നെ ഇത് ഉപ്പേരിക്ക് കൊണ്ടുവന്നേക്കണ പോലെയാ. ആകെ 4, 3, 7 എണ്ണം ഉണ്ട്. എല്ലാത്തിനും കൂടി എങ്ങനെ തികയും ഉപ്പേരിക്കും? മതി, അതിലൊക്കെ ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊണ്ടുവരാന്ന്. ഇത് മതി. അമ്മ വെട്ടിയപ്പിച്ചിട്ട് വലിയ പോലെ വെട്ടായിരുന്നില്ലേ? ഇത് മതിയല്ലോ, പഴുത്ത് വേറല്ലേ. നിങ്ങളെങ്ങനെ പോണ്? കടയില് സാധനം മേടിക്കാനുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വൈകുന്നേരം വന്നാ മതിയെന്ന്. ഇങ്ങനെ ധൃതിയാണ്ട് ഇവിടെ ഒരിടത്ത് സാധനം മേടിക്കാൻ പോകുന്നേ ഉള്ളൂ. കേൾക്കുന്നില്ല. ഉപ്പേരി ചക്കര വരട്ടി അതവിടെ വെച്ചേക്കണം. ഉള്ള കാര്യം അതിൽ കൈയിടരുത്. ആ അവിടെ തന്നെ വേണ്ട, അതിലുണ്ട്. ആ. പോയിട്ട് വാ, പോയിട്ട് വാ. ഞാൻ വരും, ഞാൻ എത്തും. ഇതൊക്കെ റെഡിയാക്കാനുള്ളതാ. നിങ്ങൾ ഈ പാട്ടും ബഹളവും അതിന് കാര്യമായിട്ടുണ്ടല്ലോ. അതിന് പോവാന്നോ? ഓണക്കൊടി എടുക്കാൻ പോകും. അരി കൊണ്ടുവന്ന് വറുക്കാനുള്ള ഏർപ്പാടായി. സമയം പോയി. അറിയാ ചേച്ചിക്ക് ഇവിടെ ചക്കരട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കണമെന്നേ. ഞാൻ പറഞ്ഞതാ ചേച്ചി, അവിടെ പോയി അവർക്കുള്ളത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന് പറഞ്ഞാ കേക്കണ്ടേ? എന്ത് എടി സാധനം എടുക്കണ കൂടെ ഈ കായക്കൊലയും പിടിച്ചിട്ട് വേണം എന്റെ വീട്ടിൽ പോവാൻ. കായ്കൊല്ലം ഇന്നലെ കൊടുത്തയക്കണമായിരുന്നു. കട കയറിയിട്ട് നേരെ വന്ന സാധനം മേടിച്ചിട്ട് ഇപ്പൊ അവിടെയൊക്കെ പോയിട്ട് വരാം. ഓണമായിട്ട് നല്ലൊരു കടയിൽ കയറി തുണി എടുക്കണ്ടേടി. ഏതെങ്കിലും പന്ന കടയിൽ കയറിയ പഴം തുണിയെ കിട്ടത്തുള്ളൂ. KM സിൽക്സിൽ തന്നെ പോയി തുണി എടുക്കണം. അവിടെ ആകുമ്പോ വെറുതെ കിട്ടുമല്ലോ. അതെ, നല്ല തുണി വേണമെങ്കിൽ കാശ് തന്നെ കൊടുക്കണം. എല്ലാവരും കാശ് കൊടുക്കണം. അത് വെളിച്ചെണ്ണ ഉണ്ട് അവിടെ? വെളിച്ചെണ്ണ ഉണ്ട്. ആ നമുക്ക് കായ വറക്കണ്ടേ? ഇത്രയും വറുക്കാൻ കുറച്ച് അത്രയില്ല. അല്ല, ഞാൻ പറഞ്ഞതാ നല്ല ആട്ടിയ എണ്ണ കടയിൽ പോയി വാങ്ങിക്കണം. ഇതിലൊന്നും അവർക്കൊരു ശ്രദ്ധയില്ല. ഇത്രയും വറുക്കാനുള്ള എണ്ണയില്ല. ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം, മേടിച്ചോണ്ട് വരും. വീട്ടിൽ ആട്ടി വെച്ച എണ്ണ ഉണ്ടായിരുന്നു, എടുത്തിട്ട് വന്നാൽ മതി. കായം വറുത്തോണ്ട് ഇവിടെ ഇരിക്കാൻ പോകണം. നമുക്ക് പോണ്ടേ? അപ്പൊ കൊടുക്കണ്ടേ? അവരൊക്കെ വരട്ടെ, എല്ലാരും വന്നിട്ട് കൊടുക്കാം. അപ്പൊ പോണ്ട, എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണ്ടേ? നിങ്ങൾ പോയിട്ട് വാ, തീർന്നില്ലേ പ്രശ്നം? ഇന്നലെ വൈകിട്ടേ പോവാന്ന് പറഞ്ഞതാടി. എന്നിട്ട് സൊസൈറ്റിയിൽ അവിടെ ഇവിടെ പോയിട്ട് ലേറ്റ് ആയിട്ട് വന്നിട്ട്. അതെ, എന്നാ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യാം, കായ തൊലികൾ ഞാൻ കറുത്ത് വെക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് പോയിട്ട് വാ. ആ എന്നാ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഇതൊക്കെ അവിടെ ഇതെടുത്ത് അങ്ങോട്ട് വെച്ചേരെ. പോയി വന്നിട്ട് വേണം ഇഞ്ചിക്കറി ഉണ്ടാക്കണം, അച്ചാറുണ്ടാക്കണം, എല്ലാ സാധനവും ഒക്കെ ഞാൻ ഏറ്റു. ഞാൻ വന്നിട്ട് വയ്യ. നീ ഉണ്ടെങ്കിലേ അത് പറ്റൂ. അതാ ഇങ്ങനെ പറയുന്നത്. കടലിലോളങ്ങളെ തള്ളി നീന്തി നീ എവിടെ പോണ? ഞാൻ ഇവിടെ അമ്മാവന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. ഓണത്തലേന്നല്ല ഇതിൽ രണ്ടാൾക്ക് ഓരോ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് വരാം. അയ്യോ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേഗം വരും, വേഗം വരാം. ഊഞ്ഞാല്, അത്തപ്പൂക്കളോടുള്ള പൂക്കളി എല്ലാം റെഡിയാണ്, സെറ്റാണ്. ഞാൻ ഏട്ടനെ വിളിക്കാൻ പോവായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, വെളിച്ചെണ്ണയൊക്കെ. ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നാ? ഇനിയിപ്പോ എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചിട്ടൊക്കെ പോവാം. വേണ്ട, വെളിച്ചെണ്ണ മാത്രം മതി. ഞങ്ങൾ വരുമ്പോ വേണ്ട വേണ്ട, 1-2 സാധനങ്ങൾ വേറെ വേണം. ഞാൻ ഏട്ടനെ വിട്ടോ. മേടിക്കാം. എല്ലാ സാധനങ്ങളും മേടിച്ചോ. രാത്രി പാട്ടും കളിയൊക്കെ ആയിട്ട് 2 ദിവസം നമുക്ക് അങ്ങോട്ട് എല്ലാ സാധനവും അതെ അതെ. ഇല്ല ഇല്ല ഓണല്ലടാ. ഊഞ്ഞാലേ അടിപൊളിയായിട്ട് കേട്ടാ. ആര്? ഇനിയിപ്പോ അതും കൂടെ കെട്ടിട്ട് പോകാൻ സമയമില്ല. വെച്ചവിടെ അമ്മാവൻ പോയിട്ട് വാ, അമ്മാവൻ അതൊക്കെ ഇവര് കെട്ടിക്കോളും. നമ്മൾ എന്തെങ്കിലും ചെയ്യാം. അമ്മ പോയിട്ട് വരുമ്പോ സെറ്റ് ആയിരിക്കും. പോയിട്ട് വാ. എന്നാ പിന്നെ നീ ഊഞ്ഞാലോ കെട്ടി ഞാൻ പോയിട്ട് വരാം. ഒന്ന് വേഗം മാടി. അവളുടെ ഒരു അമ്മാവനും അമ്മായി പെട്ടെന്ന് പോയിട്ട് വേറൊരു കാര്യം. അമ്മായി പറഞ്ഞാണ് അവിടെ ഡ്രസ് കൊണ്ട് കൊടുത്തിട്ട് പോന്നാ മതി. അപ്പൊ അമ്മാവൻ ഇങ്ങോട്ട് തന്നെ പോരണം. പിന്നെ അമ്മാവന് ഒരു കൊലയൊക്കെ ആയിട്ടാ വന്നേക്കണത്. അമ്മാവനെ വേറെ എങ്ങനെ ഇരിക്കപ്പെടുത്തി വരില്ല. അമ്മാവില്ല, നമുക്കും ഇല്ലല്ലോ ഓണം. അതെ അതെ. ഒരുത്തി പോയിട്ട് എത്ര നേരമായിന്ന് നോക്കണേ. ഇനി ഇതിപ്പോ എപ്പ ഉണ്ടാക്കാനാ? സമയം ഉണ്ടല്ലോ അമ്മേ, അത് ധൃതി വെക്കല്ലേ കിടന്ന്. അങ്ങനെ സമയമുണ്ട്. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ഉപ്പേരിയും ഉണ്ടാക്കണം. അറിയാമോ? അമ്മയ്ക്കൊന്ന് അവിടെ പോയി ഇരിക്കാമോ? അമ്മ ഇച്ചിരി നേരം പോയി റെസ്റ്റ് എടുക്ക്. ഇതിവിടെ ഒരുവിധമൊക്കെ ആയി കഴിയുമ്പോ ഞാൻ വിളിക്കാം. ഇവിടുത്തെ എന്തോരം സമയം കിടക്കുന്നു. എല്ലാരും കൂടെ വന്ന ഒരു ഒറ്റപ്പെടുത്താം, അപ്പൊ തീരും. എല്ലാരും കൂടെ വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ഇത്തിരി ധൃതിയാണ് ഈ അമ്മയ്ക്ക്. എന്നിട്ട് ഞാൻ അമ്മേനെ വെളിച്ചെണ്ണ ഉണ്ടെന്നല്ലേ. എന്ത് താമസിച്ചത്? വരുന്നവഴിക്ക് സ്റ്റേഷനിൽ ഒരു കോൾ വന്നിരുന്നു, അനുസരിച്ചിട്ടുണ്ട്. ഏട്ടാ, ഈ അമ്മയോട് അപ്പുറത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയിക്കോളാം. അമ്മയ്ക്ക് ഒടുക്കത്തെ ധൃതി ഏട്ടാ. എല്ലാം ഇപ്പൊ തന്നെ ആവണം അമ്മയ്ക്ക്. അമ്മ അവിടെ പോയി, അവിടെ ഫ്രണ്ടിൽ പോയിരുന്നേ, മക്കളടുത്തൊക്കെ പോയിരിക്കും. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വിളിക്കാം. ചെല്ല്. ശരി ശരി. എന്തൊരു ധൃതിയായിരുന്നു കേട്ടാ. അത് ചെയ് ഇത് ചെയ് പറഞ്ഞോണ്ടിരിക്കുക. ഈ പ്രായക്കാർക്കൊക്കെ ഇങ്ങനെയാണ്. അതാ കറക്റ്റ് സമയത്ത് കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ അവർക്കൊരു വിഷമമാണ്.
ഇതൊക്കെ ഒരു സന്തോഷവും ആഘോഷവും ഒക്കെ അല്ലേ? അതെ. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ചേച്ചി മുങ്ങി. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്, എന്റെ അളിയന് ദാരിദ്ര്യമില്ലാത്ത ഓണമാണ് ഇപ്രാവശ്യം അല്ലേ? പെങ്ങളില്ലാത്തല്ലേ, ഒരു സൈഡിൽ തുടങ്ങിക്കോ. വാ എന്നാ അത് ചെയ്തതിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇതൊക്കെ ഞാൻ ചെയ്യാത്തതാണോ? ചെയ്ത് തുടങ്ങിക്കോ. സ്റ്റേഷനിൽ എല്ലാരും പറയും ലില്ലി പറഞ്ഞതിനപ്പുറം ഇല്ലെന്ന് എനിക്ക്. പിന്നെ എന്താ ഊഞ്ഞാലിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്? അത് റൊണാൾഡോ കയറാൻ വയ്യുണ്ട്. അല്ല, അവൻ കയറാതിരിക്കുന്നതാണ് നല്ലത്. അവന് കയറിട്ട് പറഞ്ഞില്ല വീണ് അവനെടുത്ത് ആശുപത്രി ഓണമായിട്ട്. ഊഞ്ഞാലൊക്കെ പിന്നെ കേട്ടു. അച്ഛനെ നല്ല പണിയില്ല. അച്ഛൻ പൂവിടണ്ടേ? അച്ഛൻ പൂവിടുന്ന ഇപ്പഴല്ല, രാത്രി വൈകുന്നേരം ആട്ടോകളെ. വേണ്ട, മുറ്റം നല്ലതുപോലെ തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം പോയിടാൻ കേട്ടാ. അമ്മ ഇതുവരെ പോയില്ല. അമ്മ ഇവിടെ തന്നെ നിൽക്കുവായിരുന്ന. അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പെടുന്നില്ല. ഊഞ്ഞാൽ സെക്രട്ടറി ഞാൻ പോയിട്ട് വരാം. ഏട്ടന് ഇത് ചെയ്യാൻ കഴിയത്തില്ല. അത് തന്നെ അതല്ല, കുട്ടികളുടെ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. നമുക്ക് മുതിർന്നവർക്ക് പിന്നും പറഞ്ഞ അപ്പൊ ഞങ്ങൾക്ക് ആഘോഷമില്ല. ഞങ്ങൾ എപ്പോഴും അടുക്കള തന്നെ. നമ്മളെപ്പോഴും അടുക്കള തന്നെ. അല്ലടി, ഇതാ വരുന്നത്. ഞാനും രാവിലെ എവിടെയെങ്കിലും സാരി കൊടുത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഊഞ്ഞാലാടിയിട്ട് അവരാടിയതിനു ശേഷം നമുക്കിരുന്ന് ആടാം. അതെല്ലാ കൊല്ലം ആടാറുണ്ടല്ലോ. അതാണ് പറഞ്ഞത് മക്കളെ. എന്തായി? ഈ അമ്മ ഇതുവരെ പോയില്ലേ? പൊട്ടത്തില്ലല്ലോ. ഇല്ല, ഇത്രയും ഒരു ആടിയല്ലേ? 3 ആയി, നല്ല രസമുണ്ട്. 5 പള്ളിപ്പെരുന്നാളിൽ അവിടെ കെട്ടിയത് ചില്ലാട്ടം മറക്കോ ലില്ലിപ്പണ് നിന്ന്. അതെ, ഇവർക്ക് അറിയത്തില്ല. അല്ല കൊച്ചു കയറില്ല. കൊച്ചു ഇവര് ഓരോണ്ട് കഴിഞ്ഞ നീ തനിയായിരുന്നു ആടിയാ മതി. കണ്ടുകളി. 5 കൊച്ചുങ്ങളെക്കാൾ കഷ്ടായി പോലുള്ള നീ. മറ്റപ്പോ ഇത് വേറെ കെട്ടാനുള്ള ഒരു ജില്ലാട്ടം മറക്കാൻ അവസരം എനിക്ക് തന്നൂടെ? നീ കയറിയില്ലല്ലോ. നീ കെറ്റില്ലല്ലോ, ഞാനല്ലേ കെട്ടിയത്. ലാസ്റ്റ് തരാം. അവരെ ചേച്ചിയൊക്കെ വരുന്നുണ്ട്. മതി മതി. അതിനെ അങ്ങനെയാണെങ്കിൽ നേരത്തെ കയ്യിൽ കാശ് തരണം. എന്നെ ആട്ടുന്നില്ലേ? നിന്നെ ആട്ടാനായിട്ട് മാവിന്റെ മേളിന്ന് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ എത്ര കയറി ഇറങ്ങി. ഊഞ്ഞാല് കിട്ടിയാ? ചേച്ചി നല്ല മുങ്ങലാട്ടാ മുങ്ങിയത്. എന്തേടി, എത്ര സമയമായി പോയിട്ട്? കടയിൽ എന്താ തിരക്ക്? അയ്യോ എന്റെ പൊന്നളിയാ, കരിമ്പുംകാട്ടിൽ ഈ ആനയെ കൊണ്ട് ഇറക്കിയ പോലെയാണ് പെണ്ണുങ്ങള് തുണിക്കടയില്. അത് മേയാണ്. നല്ല സെലക്ഷൻ ആണ് ചേച്ചി. ആണോന്ന് എന്റെ പൊന്നെ ഒന്നും പറയണ്ട. പക്ഷെ കൈയും കാലൊക്കെ വേദന എടുക്കണം. എനിക്ക് എന്നെ മെനക്കെടുത്ത് എന്റെ പല പരിപാടിയും പൊളിച്ചിട്ടാണ്. ഡിസ്കൗണ്ട് ഫ്രീ കൊടുക്കണം. തിരക്കുണ്ടല്ലേ? സയ്യോനും നിങ്ങളുടെ എല്ലാം എന്നാടാ റൊണാൾഡോ. കർത്താവേ, എനിക്ക് പേടിച്ചോ. ഇത് മക്കളുടെ അമ്മ എന്തിയെ? നല്ല കളറ് കിടക്കുന്നു. ആണോ? അയ്യോ, അമ്മയുടെ കൊടുത്തില്ലല്ലോ. ഇതിനെടുത്ത് അകത്തോട്ടാ കൊണ്ടുപോയി. ഇത് ഇവിടെ വെച്ചാ മതിയാ? ഇവിടെ വെച്ചാ മതിയാ? അല്ല, അത് ഇവിടെ വെച്ചാ. ഇവിടെ എല്ലായിടത്തും കൂടെ ഉപയോഗിക്കാൻ. അകത്തോട്ട് അതെന്താന്നാ വിചാരിച്ചേ? പാർട്ടിയുടെ ഓണക്കിറ്റിന്റെ ബാക്കി. ഞാൻ പറഞ്ഞു എന്തിനാ എടുക്കണേന്ന്. അതിനെന്ത് എടേ ഇത് കണ്ണിക്കണ്ടടുത്ത് ഞാൻ ഇറങ്ങി കയറി ഇറങ്ങി പിരിച്ച് എല്ലായിടത്തും പറഞ്ഞ അവര് സ്പോൺസർ ചെയ്തതാണിത്. അതുകൊണ്ട് അല്ല, ഇത് മിച്ചം വന്നതല്ലേ? കൊടുക്കാനുള്ളവരെല്ലാം കൊടുത്തിട്ട് ബാക്കി. അയ്യോ, കൊടുത്ത കാര്യമൊന്നും പറയല്ലേ. ആകെ 19 വീട്ടുകാർക്ക് കൊടുത്തു, 200 പേർക്ക് വിരിച്ചിട്ടുണ്ട്. അതെ, ഈ പാർട്ടിയിലെ അണികൾ എന്ന് പറഞ്ഞാൽ എല്ലാരും പാവങ്ങളാണ്. ഇത് ദരിദ്രർക്ക് കൊടുക്കണം, അവർക്കും കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി പിടിച്ചാ പോയാ മടി മടി മടി. നല്ല ഓണമല്ലേ? അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ എടുക്കും. ഓ അതെ, പായസം നല്ല ഇതാണ് കേട്ടോ. അടയുടേത് വെച്ച് കൂടെ അവന്. എനിക്ക് വേണ്ട. നിനക്ക് വേണ്ട, തൊണ്ടായിരിക്കും. വിളിച്ചിട്ട് പോടി. തളർന്ന് നിന്നേക്കാ.
അമ്മ കൊണ്ടുവന്ന ആ പച്ചക്കറി സാധനങ്ങൾ നമുക്ക് കൂടെ ഉണ്ട്. അതെടുത്താല് ഇവിടെ വേറെ മേടിച്ചിട്ടുണ്ടല്ലോ. ഇത് നാട്ടുകാരുടെ ശാപം കിട്ടോടി. എന്ത് ശാപം കിട്ടാനേട്ടാ? പിന്നെ അല്ലാതെ നല്ലൊരു ഓണമായിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് മേടിക്കണം. എന്റെ പൊന്നോ, അപ്പൊ എന്നിട്ട് ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. വലിയ വായിൽ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ സമ്മതിച്ചത്. ഇത് ഞാൻ തന്നെയല്ലേ ഇനി അതിന് ഇവിടെ കിടന്ന് പറഞ്ഞു സീനാക്കല്ലേ. ആ ഓണം ഇങ്ങൊന്ന് ഇത് പോണ കാണാം വരണ കാണാം. എന്താണ് അവിടെ ചെന്നിട്ടൊന്നും ഇരിക്കാൻ പോലും സമ്മതിച്ചില്ല. പോവാന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇരുന്നത് ഇവിടെ ഇരിക്കാൻ കുറെ സമയം കുറെ സാധനങ്ങളൊക്കെ അരിയാനൊക്കെ. വീട്ടിലിപ്പോ ഞാൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഞാൻ വേണ്ടേ? വേണെന്താ ഊഞ്ഞാല് കെട്ടാൻ അമ്മാവനെ നോക്കി കെട്ടിയാ പിന്നെ കെട്ടാതെ പിള്ളേർ നിൽക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നീ കായ തോലി കളഞ്ഞു വെച്ചാ അമ്മാവൻ വന്നിട്ടല്ലേ പുളിയിഞ്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ കഷ്ണങ്ങളൊക്കെ റെഡി ആക്കാം. ആ അത് പറഞ്ഞില്ലല്ലോ. അത് പറയാം. ഇവിടെ ഇപ്രാവശ്യത്തെ ഓണം അത് പിന്നെ പറയാം. പോ ഇപ്രാവശ്യത്തെ അമ്മാവാ പറയാൻ പറ്റില്ല. പക്ഷെ മച്ചമ്പിയെ മച്ചക്ക് ഞാൻ പറഞ്ഞ മുരുകന്റെ കടയിൽ നിന്ന് പച്ചക്കറി മേടിച്ചായിരുന്നെ ഇതിന്റെ ഡബിളിന്റെ ഡബിൾ കണ്ടാണ്. 28 വരെ ഉള്ള സാധനം തന്നെ. എടാ ഓണക്കാലം അല്ലേ, പച്ചക്കറിക്കൊക്കെ വില കൂടുതലായിരിക്കും. അതല്ല ആ സുരേന്ദ്രന്റെ നഷ്ടമാണ്. വെള്ളത്തിലിട്ടില്ലേ എന്തിനാ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ? അമ്മാവൻ നൈസായിട്ട് എത്തിയാ മതി. തോല് കളയണ്ടേ? നൈസായിട്ട് മതി. ഇതെന്താ നീ 3 മാങ്ങ വാങ്ങിച്ചത്? 3 മാങ്ങ മേടിച്ചല്ല, ആ സുരേന്ദ്രന്റെ പച്ച സാധനം കൊടുക്കത്തില്ല, പിശിക്കനാ. എന്നാലും അച്ചറക്കം ഉണ്ടാക്കി ഇരിക്കുമല്ലോ. ഓണക്കാലമായിട്ട് വെക്കാനൊന്നും ഒക്കത്തില്ല. ഓ എന്നെടുക്കും എല്ലാരും. വാ ഒരു കത്തി എടുത്തോണ്ട് വാ. ഇവിടെ എല്ലാവർക്കും അറിയാലോ. അത് അമ്മേനോട് ആരും പറഞ്ഞില്ലേ? എന്തുവാണെന്ന് പറ. കാര്യം പറ. ഞങ്ങൾ എല്ലാവർക്കും ഓണക്കോടി എടുത്ത് കൊടുത്തേ. അപ്പൊ അമ്മയ്ക്ക് എടുത്തുന്നുള്ളത് അറിയാം. അമ്മയ്ക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവണ്ടേ? ഇല്ല, ഇപ്പൊ ഈ സർപ്രൈസ് എൻട്രി ചെയ്യേണ്ട കാലമാണല്ലോ. ഗൾഫിൽ നിന്ന് പറയാതെ ഭർത്താവ് വരുക, ബർത്ത്ഡേ അറിയാതെ കൊടുക്കുക, അതേപോലെ സർപ്രൈസ് തരാൻ കൊടുക്കണം അല്ലേ? ക്ലീറ്റനോട് ചോദിച്ചാൽ ക്ലീറ്റൻ ഞെട്ടിയിരിക്കുക. നല്ല സെലക്ഷൻ അല്ലേ? എന്റെ പൊന്നെ, കടല് പോലെ തുണിയുടെ ആൾക്കാരോ വരാഞ്ഞത് മോളെ. ലോകത്തുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ആഘോഷം ഒന്ന് എഴുതി കാണിച്ചാൽ മതി. ഈ പെണ്ണുങ്ങൾക്ക് വേറെ തുണിയെടുപ്പ് വെറുതെയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എടി, ലോകത്ത് ഒരാളും കാണാത്ത തരത്തിലുള്ള സെറ്റ് സാരികൾ, അതിനനുസരിച്ച് വില കുറവ്. ഫ്രീ ആയിട്ട് നമുക്കൊന്ന് പോണം കേട്ടോ. ഞങ്ങൾ നാളെ ഒന്ന് പോണുണ്ട്. എനിക്ക് ഇച്ചിരി കൂടി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? സ്വർണ്ണപ്പട്ടിൻ തിളക്കവുമായി പൊളി. നല്ല വീതിയുള്ള ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞാണ് ഇത്രയും വീതിയുള്ള കസവ് വേണ്ട. അമ്മക്ക് ഇഷ്ടമാണ്. അമ്മക്ക് വീതിയുള്ളത് ഇല്ലായിരുന്നു. ഇങ്ങനത്തെ ഇല്ല. പറഞ്ഞേ, ഇതിന് എത്ര രൂപയാകും ഒന്ന് പറ. 1000 രൂപ. എന്നാ പറയട്ടെ, ശരിക്കും പറഞ്ഞ 750 രൂപയുള്ളൂ. ബാക്കി സ്ഥലത്തൊക്കെ 1000 ആയിരിക്കും. ഇതിന് 750 രൂപയുള്ളൂ. അതിന്നും വില കുറച്ച് 500 രൂപയ്ക്ക് തന്നു. 500 രൂപ, വെറും 500 രൂപ. ഇതിനോ? ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പൊ വേണമായിരിക്കും. 500 രൂപ. അല്ല, ഓണക്കാലം അല്ലേ, ഇങ്ങനെ വില കുറച്ച് കിട്ടും ഇപ്പൊ. അല്ല, എന്നാലും ഇത് ഭയങ്കര ലക്കായി പോയി. അടിപൊളി. അവിടെ കിടന്ന് അതിന് വീണ്ടും തർക്കിച്ച് നീ കുറച്ച് തരുമോ കുറച്ച് തരുമോ. 1000 രൂപയുടെ സാധനം 750 കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ 500 കൂടെ തന്നെയാണ് തർക്കിക്കുന്നത്. ഇത് കണ്ടോ? ഒരേ കസവല്ലേ? അതുപോലത്തെ തന്നെ എടുത്തല്ലേ? ഇതിനിപ്പോ എത്ര രൂപയ്ക്കാണ്? ഇതിന് ഉറപ്പായിട്ടും 1000 രൂപ പറഞ്ഞ് 750 അവസാനം 500 രൂപ കിട്ടി. 500 രൂപയ്ക്ക് കിട്ടൂല. ഇവരോട് എന്തായാലും ഒരു 700 രൂപ മേടിച്ചിട്ടുണ്ടാവും. സെയിം അല്ലേടി? സെയിം ആയിട്ട് കാര്യമുണ്ട്. എനിക്ക് വില കുറച്ച് കിട്ടിയതാ. ഇതിനെ 350 രൂപയായി. 350. പിന്നെ സെയിം അല്ലേ ഇത്? അതാ പറയണതേ. സെയിം സാധനമാണല്ലോ. അല്ല, ഞാൻ മേടിച്ച കടയിലായിരുന്നു ഏറ്റവും വില കുറവ്. 1000 രൂപയുടെ സാധനം 750, 500, 350. ഇതിന് 350 രൂപ. അതേ തുണി തന്നെയല്ലേ ഇത്? സെയിം കസവും എല്ലാം സെയിം. ഇതാടാ പറയണത്. ഈ ഓണം, വിഷു, ആണ്ടരത്തൊക്കെ വന്നു കഴിഞ്ഞാലേ കച്ചവടക്കാരുടെ ട്രിക്കാണത്. 350 ഉറുപ്പിയുടെ സാധനത്തിന് 750 ഉറുപ്പ്യ എന്ന് പറയും. എന്നിട്ട് അതിന് ഒരു 250 കുറച്ചിട്ട് 500 തലയിൽ വെച്ച് തരും. ഇപ്പൊ എന്തുണ്ടായി? 350ന്റെ സാധനത്തിന് 500 കൊടുത്തു. അതെന്നെ
90 ഉറുപ്പിയുടെ സാധനം മേടിച്ച് വന്നേക്കേ ഉള്ളൂ. അമ്മ, ആ ഇനിയിപ്പോ എന്താ? ചേച്ചിയുടെ എല്ലാ ഡ്രസ്സിൽ നിന്നും പറ്റിച്ച്. എവിടെ പോണ് മോളെ മോളെ ഡേയ്, നീ വാ എടി ഇങ്ങോട്ട് വരാം ഞാനല്ലേ വിളിക്കുന്ന ആ അവൻ കളിയാക്കാനിരിക്കുന്നു. കളിയാക്കാൻ എന്തോ ഇരിക്കുന്നത് ഇതിൽ ഇത്രയ്ക്ക്? അവള് സന്തോഷത്തോടെ വാങ്ങിച്ചതല്ലേ. എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ. ആര് വാങ്ങും അവന് കുറ്റം പറയാൻ നടക്കുന്നു. വലിയ കുറ്റം ഒന്നും പറയണ്ട. സന്തോഷത്തോടെ വാങ്ങിച്ചാൽ അത് 1 രൂപയല്ല എത്ര രൂപയല്ല നല്ല സന്തോഷമാടാ. എനിക്ക് വളരെ സന്തോഷമാണ് മക്കളെ. ആ അത് തന്നെ അമ്മ. പിന്നെ അല്ല സന്തോഷത്തോടെ ഒരാൾ കാര്യം തരുമ്പോ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെയാണ് ഓണം. എന്നാ പിന്നെ ലില്ലിപ്പണ് മാങ്ങ കഴിഞ്ഞോട്ടെ. നടപ്പ് ഇരുന്നു. വാ, ഇതാ എടുത്തോണ്ട് പോയി. ഇരിയടി.